ഹായ് ബിൻസീസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സായിഗ്രാമത്തിൽ പോയില്ലായിരുന്നു തിരുവനന്തപുരം. അപ്പോൾ ഞാനിങ്ങനെ സായിഗ്രാമത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ആണ് ഇവരുടെ ഒരു കമൻറ്റ് കണ്ടത്. ഇവിടെ ഒരു പാടശേഖരമുണ്ട്, അവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജെഫിനോട് പറഞ്ഞു, എടാ ഇതിനു വേണ്ടി നമുക്ക് വേറെ വരാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് വേറെ കണ്ടിട്ട് വരാൻ. കാരണം കൃഷിയാണ്, വർഷങ്ങളായിട്ട് തരിച്ചു കിടന്ന നിലം റെഡിയാക്കി എടുത്ത് കൃഷി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് കാണാൻ പോകണം. കാരണം വർഷങ്ങളായിട്ട് തരിച്ചിട്ടിരിക്കുന്ന നിലം എടുത്ത് കൃഷി ചെയ്ത് അതിനെ സക്സസ് ആക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര മനസ്സും ഒരു എന്താ പറയുന്നത്, അത്രയും ചെറുപ്പക്കാരുടെ ഒരു എഫേർട്ടും കൂടെയാണ്. അപ്പോൾ എന്തായാലും നമുക്കത് കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഇവരെല്ലാവരും പാടശേഖര സമിതിയുടെ ഓരോ ഭാരവാഹികളും പണിയെടുക്കുന്നവരും എല്ലാം കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടു, പരിചയപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു കൃഷിയെക്കുറിച്ച്. ഇത് തൈ നടാനും ഒക്കെ ആയിട്ട് വന്നത് നമ്മുടെ വെറൈറ്റി ഫാർമർ സുജിത്തും കൃഷിമന്ത്രിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ബോർഡ് കാണുമ്പോൾ മനസ്സിലാകും എവിടെയാണ്, എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലാകും. പിരപ്പൻകോട് പാടശേഖരം, അതാണ്. എനിക്ക് ഇങ്ങനെ ഈ നമ്മളുടെ കൃഷി അല്ലാതെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഓർമ്മയിലിരിക്കത്തില്ല. ഈ പേരുകളൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓർമ്മയിലിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ ഈ വീട്ടിലെ വീഡിയോകളൊക്കെ, നമ്മളുടെ ഈ കുഞ്ഞു കൃഷിയൊക്കെ അല്ലേ വീഡിയോ ചെയ്യുന്നത്, അതിൻ്റെ ഒരു കുറവുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. കാരണം ഓരോ സ്ഥലത്ത് പോവുകയും അവരുടെ കൃഷി വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോഴേ, നമ്മളിങ്ങനെ ഒരു കുഞ്ഞു കൃഷിക്കാരി ആയതുകൊണ്ട് തന്നെ അവരെന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, അവർ എന്തൊക്കെയാണ് അവിടെ കണ്ടോ, കാണാൻ തന്നെ ഭയങ്കര രസമാണ്. കാരണം എനിക്ക് ഈ നെല്ലിൻ്റെ തോട്ടത്തിൽ ഇങ്ങനെയുള്ള പാടങ്ങളിലൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് നെല്ല് കൃഷി ചെയ്യാൻ പറ്റിയാല, ഇവിടെ പാടമില്ല, അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ എന്താണ് പറയുന്നത്, ഈ നെല്ലെന്നൊക്കെ പറയുന്നത് ഹൈറേഞ്ചുകാരെ സംബന്ധിച്ച് പണ്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കും, എൻ്റെ ഒരു ഏജും അതിനിപ്പുറത്തോട്ടുള്ളവരെ സംബന്ധിച്ച് വളരെ കുറവായിട്ടുള്ള കാഴ്ചകളാണ്. അതുമാത്രമല്ല തിരുവനന്തപുരത്താണ് ഇങ്ങനെയൊരു സ്ഥലം എന്നുള്ളതാണ് അതിനകത്തത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയും കൃഷികൾ കാണുമെങ്കിലും തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് ഇതുപോലെ തരിച്ചു കിടക്കുന്ന സ്ഥലം എടുത്ത് ഇത്രയും ആക്കിയെടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചിന്തിക്കാത്ത ഒരു സ്ഥലവും മേഖലയും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടെ വരുന്നവർക്ക് നിന്ന് കാണാനും ഒക്കെ ആയിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇത് കണ്ടില്ലേ, നമുക്ക് കയറിപ്പോയി മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല രസമാണ്. അവിടെ നിന്ന് നമുക്ക് കാറ്റും തണുപ്പും ആ ചൂടൊന്നും അറിയുകയില്ല, അത്രയ്ക്ക് രസമാണ് അവിടെ. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്നു, ആരെങ്കിലും പരിചയമുള്ളവരെയൊക്കെ കാണുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇതുപോലൊരു പാടശേഖരത്തിൽ പോകാനും അവിടെ നിന്ന് കാഴ്ചകൾ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ആ ഭംഗി ആസ്വദിക്കാനും എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷവുമായിരുന്നു, അത്ഭുതവും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ തിരിച്ച വഴിയിലെത്തി. അപ്പോൾ വന്നവരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഇതാണ് അവിടുത്തെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. തിരുവനന്തപുരംകാർക്കൊക്കെ അവിടെ പോയി കാണാമായിരിക്കും കേട്ടോ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന വഴിക്ക് ഞാനിങ്ങനെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് ഒരു കടയിൽ ഇറങ്ങിയപ്പോഴാണ് ആള്